മണ്ണോട് ചേരുമ്പോൾ പള്ളിക്കാടിന് വെളിപ്പാടകലെ ആ വീട്ടിൽ 3 വയസ്സുകാരിയുണ്ട്. വേർപാടിന്റെ ആഴമറിയാതെ അവളെ ചേർത്ത് വിതുമ്പുന്ന ഷിബിലയുടെ സഹോദരി. കരിക്കുളം മദ്രസ ഹാളിലെ ബെഞ്ചിൽ വെള്ള പുതച്ചു കിടന്ന ഷിബിലയെ കണ്ട് കണ്ണീർ വാർത്തവർ വിതുമ്പലോടെ പറയുന്നുണ്ടായിരുന്നു കഴുത്തറുത്ത യാസിറിനോട് ഷിബിലയ്ക്കുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച്. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അയൽവീട്ടുകാരനായ യാസിറുമായി ഷിബില അടുപ്പത്തിലായത്. ഇരു വീട്ടുകാരുടെയും കടുത്തെതിർപ്പ്. 18ാമത്തെ വയസ്സിൽ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ നിന്നും ഷിബില ഇറങ്ങി. യാസിറിന്റെ കൈപിടിച്ചു. പക്ഷെ കൊതിച്ചതൊന്നുമായിരുന്നില്ല പിന്നീടുള്ള ജീവിതം. യാസിറിന്റെ ലഹരി ഉപയോഗം സ്വപ്നങ്ങൾ തകർത്തു. സാമ്പത്തിക ബാധ്യതകൾ കൂടിയായതോടെ പ്രതിസന്ധി കൂടി. വാടക വീടുകൾ പലതവണ മാറി. ഉപദ്രവം സഹിക്കവയ്യാതെ 4 വർഷം മുൻപ് ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് ഷിബില തിരികെയെത്തി, കുഞ്ഞുമായി. നോമ്പുകാലം കഴിഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന പ്രതീക്ഷ ഇന്നലെ അവസാനിച്ചു. ഇന്നലെ നോമ്പു തുറന്ന നേരത്താണ് കത്തിയുമായി യാസിറെത്തിയത്. മകളുടെ മുന്നിലിട്ട് ഷിബിലയെ കുത്തിയത്. താഴെ വീണിട്ടും പക തീരാതെ വീണ്ടും വീണ്ടും ആഞ്ഞു കുത്തിക്കൊന്നത്. തടയാൻ വന്ന ഷിബിലയുടെ രക്ഷിതാക്കളെ ആക്രമിച്ചത്. രക്തക്കറ പുരണ്ട വീടിന്റെ മതിൽക്കെട്ടിന് പുറത്ത് കൊലപാതകത്തിന്റെ നടുക്കം മാറാതെ നാട്ടുകാരുണ്ട്. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ശബ്ദം കേട്ട് നമ്മൾ അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ യാസർ എന്നാണ് കയ്യിൽ കത്തിയായിട്ട് റോഡ്മിലേക്ക് ഓടി വരാൻ. എൻ്റെ നേരെ വന്ന് കത്തി വീശിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ നേരെ വീശി. പിന്നെ ഒരു കാറിലേക്ക് കയറുകയും ചെയ്തു. വന്നപ്പോൾ നേരെ ഇവിടെ ഉപ്പ പുറകെ വന്നു. തലമേലൊക്കെ ചോരയൊക്കെ ആയിട്ട് എന്നോട് പറഞ്ഞു അവനവനെ കുത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വണ്ടി എടുത്ത് കയറാൻ നോക്കിയപ്പോൾ ആ സൈക്കിൾ തന്നെ എടുത്തിട്ട് ഞാൻ ബോണറ്റുമ്മലേക്കും കയറുന്നു. പുള്ളി കല്ലെടുത്തിട്ട് ഗ്ലാസ് മേലെ കയറുന്നു. മുറ്റത്തേക്ക് പോയി നോക്കുമ്പോൾ അവളവിടെ ബോധാവസ്ഥയിലേക്ക് എടുക്കുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷിബിലയുടെ മൃതദേഹം ചികിത്സയിൽ കഴിയുന്ന രക്ഷിതാക്കളെ കാണിച്ചു. വീട് പോലീസ് ബന്ദോബസ്തിലായിരുന്നതിനാൽ അയൽ വീടിന്റെ ഉമ്മറത്തിരുന്ന് പ്രിയപ്പെട്ടവർ അവൾക്കായി ദുആ ചൊല്ലി. മകളെ കണ്ട് കൊതുത്തീരു മുൻപേ മഴയിൽ ഷിബില മണ്ണോട് ചേർന്നു.